നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകിച്ച് നാം കേരളത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ പലരുടെയും ഒരു ചെവിക്ക് പിടിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ആ ഒരു വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ ആർക്കൊക്കെ വോട്ട് പോയി എന്നതിനെ പറ്റിയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പരമ്പരാഗതമായ ഒരു മുന്നണി സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തിച്ചു തുടങ്ങി എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകളും 2024 ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂര്, ഒപ്പം തന്നെ പല മണ്ഡലങ്ങളിലും LDF, UDF, അതിനൊപ്പം തന്നെ NDAയും തങ്ങളുടെ ഒരു വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച. ഇത് നൽകുന്ന ഒരു സൂചന എന്താണ്? അവഗണന തുടർന്നാൽ ഇത്തരം തിരിച്ചടികൾ കേരളത്തിലെ പ്രബലരായിട്ടുള്ള മുന്നണികൾ ഇനിയും നേരിടേണ്ടി വരുമോ? ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇടത് വലത് മുന്നണികൾ മാറി ചിന്തിക്കുമോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഒപ്പം തന്നെ ഫാദർ റോയ് കണിഞ്ചിറ CMA, ഒപ്പം പൂഞ്ഞാർ മുൻ MLAയും BJP നേതാവുമായ ശ്രീ PC ജോർജിനെയും ഈ ഒരു ചർച്ചയിൽ നാം പ്രതീക്ഷിക്കുന്നു. ആദ്യം ഫാദർ റോയ് കണിഞ്ചിറ CMA. നമുക്കറിയാവുന്നതുപോലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോയത്. ഒപ്പം തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു ഫല പ്രഖ്യാപനത്തിനും ജൂൺ 4-ാം തീയതി രാജ്യം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. നാം ഒരു കേരളത്തിന്റെ ഒരു ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഒരു ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്കും വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്കും എന്നൊരു സ്ഥിതിവിശേഷമായിരുന്നു കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ജൂൺ 4-ാം തീയതി പുറത്തു വന്ന ഈ ഒരു റിസൾട്ട് എന്ത് ചെയ്താലും ഞങ്ങൾക്ക് തന്നെ ഇവർ കുത്തിക്കൊള്ളും അല്ലെങ്കിൽ വോട്ട് ചെയ്തുകൊള്ളും എന്ന ആ ഒരു സങ്കല്പത്തിന്, പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികളുടെ ഒരു സങ്കല്പത്തിനേറ്റ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയായി ഈ ഒരു ഇലക്ഷൻ ഫലത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഫാദർ റോയ് കണിഞ്ചിറ CMA. ഒരു പുതിയ ജനാധിപത്യ സംസ്കാരം നമ്മുടെ കേരളത്തിന്റെ പൊതുബോധ മനസ്സിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുകയാണ് ഈ ഒരു റിസൾട്ട് കാണുമ്പോൾ. കാരണം ഇത്രയും കാലം ഈ രണ്ട് ഓപ്ഷനിലേക്ക് കേരളത്തിലെ ഒരു പൊതുസമൂഹ മനസ്സ് ചുരുങ്ങിയിരുന്നതായിട്ടുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്. ഇപ്പോഴത്തെ ഈ ഒരു ഇലക്ഷന് ശേഷമുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് കാണുമ്പോൾ NDA സഖ്യത്തിനും വലിയൊരളവിൽ വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊരു കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞു. ഒപ്പം വോട്ടിംഗ് ശതമാനത്തിൽ വലിയ മുന്നേറ്റവും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പുതിയ പ്രതീക്ഷ കേരളത്തിലെ മുന്നണികളിൽ, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പക്ഷം. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു ഇലക്ഷനിൽ ഇവിടെ തകർന്നടിഞ്ഞത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോൾ 20 സീറ്റിൽ അവർക്കൊരു സീറ്റാണ് ലഭിച്ചത്. അത് ഈ കഴിഞ്ഞ 7-8 വർഷത്തെ ഈ ഒരു ഇടതുപക്ഷ ഭരണത്തിന്റെ ദുർഗതി കൊണ്ട് പൊറുതിമുട്ടിയ കേരള മനസ്സ് അവർക്ക് കൊടുത്ത സമ്മാനമാണ് എന്ന് തന്നെ വേണം പറയാനായി. കാരണം ഇടതുപക്ഷ ഭരണം എന്ന് പറയുമ്പോഴേക്കും മനുഷ്യനെ ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ആ ഒരു അവസ്ഥയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ എല്ലാ മേഖലയിലും ഒരു അധികാര ദുഷ്പ്രഭുത്വത്തിന്റെ ആൾരൂപങ്ങളായി ഒന്നാമത്തെ ആൾ ഉൾപ്പെടെ, മുഖ്യൻ ഉൾപ്പെടെ മാറുന്നതിന്റെ വികൃതമായ സാക്ഷ്യങ്ങൾ കൊണ്ട് കേരളത്തിന്റെ ജനാധിപത്യ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായി. അതിനൊരു പരിഹാരമായിട്ട് ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു ഇലക്ഷന്റെ സമയത്തുള്ള ഒരു ജനാധിപത്യ അവകാശം ഉപയോഗിക്കലിലൂടെ മാത്രമാണ്. അതൊരു നല്ല മറുപടിയാണ്. കേരളം കൊടുത്ത ഒരു നല്ല മറുപടിയാണ്. ഒരു ജനത്തെ വഞ്ചിച്ചും ജനത്തിന്റെ ജീവിക്കാനുള്ള ഭാവിയിലേക്ക് ഒരു ജനസമൂഹത്തിന്, ഒരു സംസ്ഥാനത്തിന് ജീവിക്കാനുള്ള സാമ്പത്തിക സ്രോതസ് മുഴുവൻ
ഒരു രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി വീതം വെച്ച് കൊടുക്കുന്ന, അതിനുവേണ്ടി മാത്രം ഭരണ സാധ്യതകളെ ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടം, ഒരു ഭരണത്തലവനും ഭരണകൂടവും ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ കല്ലുമുട്ടിയിരിക്കുന്നത് പോലെ മിണ്ടാതെ അങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും മറുപടിയായി എന്ന് കരുതി വളരെ മൗനമായി സമർത്ഥമായി വിദേശത്തേക്കും സ്വദേശത്തേക്കും ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണ ശൈലിക്ക് ജനം കൊടുത്ത ഒരു മറുപടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് എന്റെ ഒന്നാമത്തെ കമന്റ്. രണ്ടാമത്തെ കമന്റ്, കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹത്തിന് ഒരു പൊതുബോധ രൂപീകരണം സാധ്യമാകുന്നു എന്ന് വിചാരിക്കുകയാണ്. കാരണം കേരളത്തിൽ ഇടതു വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുമ്പോഴും ചില പ്രത്യേക മതവിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള അവരുടെ നിലയ്ക്കാത്ത ഒരു ത്വര ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ അസ്തിത്വത്തെ തന്നെ ആക്ഷേപിക്കുന്നതെന്ന തരത്തിലേക്ക് തരം താഴുന്നത് വളരെ വേദനയോടെ ക്രൈസ്തവ സമൂഹം നോക്കി നിൽക്കുന്നുണ്ട് കേരളത്തിൽ. അത് മിണ്ടാതിരിക്കുന്നത് കൊണ്ടും പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ടും കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തവരാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹമെന്ന് ഈ നിരന്തരം ചിലരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ ഒരു സമൂഹത്തെ മാത്രം ആക്ഷേപിക്കുന്നവർ ഇനി വിചാരിക്കില്ല എന്ന് തോന്നിപ്പോവുകയാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരു പുതിയ പാഠം നൽകുന്നുണ്ട്, കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിന് ഒരു പുതിയ പാഠം നൽകുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ്, ജനാധിപത്യ അവകാശം ഉപയോഗിക്കാനുള്ള കൂടുതൽ സാധ്യതകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലൂടെ പ്രകടമായതായിട്ട് കാണുന്നതിൽ സന്തോഷവുമുണ്ട്. ഒപ്പം ഫാദർ റോയ് കണിച്ചിറ, ഒപ്പം തന്നെ ഈ അങ്ങ് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഇപ്പൊ ജനങ്ങൾ പ്രബുദ്ധരായിട്ട് ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നു. അത് ജനങ്ങളുടെ വിവേകത്തിനനുസരിച്ച് അവർ വിനിയോഗിക്കുന്നു. എന്നാൽ ഈ അടുത്ത നാളുകളായി, പ്രത്യേകിച്ച് ഈ ഒരു ഫലപ്രഖ്യാപനത്തിന് ശേഷം നാം കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, ചിലർ പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് ചില ഇടങ്ങളിൽ നിന്നും വരുന്നില്ല. അപ്പോൾ ആ ഇടങ്ങളിലെ ജനങ്ങൾക്ക് ചില ചാപ്പ കുത്തുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ തൃശ്ശൂർ തന്നെ, തൃശ്ശൂരിലെ ജനങ്ങൾ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തിൽ, ഒരു 3.25 ലക്ഷത്തിനടുത്തുള്ള ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നു. അത് ഇന്ത്യയിൽ നിന്നും അദ്ദേഹം BJP കാൻഡിഡേറ്റ് ആയിട്ട് ജയിച്ച് പാർലമെന്റിലേക്ക് പോകുന്നു. പക്ഷേ അതിനുശേഷം ഈ ജൂൺ 4-ാം തീയതിക്ക് ശേഷം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളുടെ ഒരു പ്രളയം, അത് എഴുതുന്നത് പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യേക ഒരു സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക സോഴ്സിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും അത്തരം പോസ്റ്റുകൾ വരുന്നത്. ഏറ്റവും ഒടുവിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഇലക്ഷൻ കണക്ക്, തൃശ്ശൂരിലെ ഇലക്ഷൻ കണക്ക് എടുത്തു നോക്കുമ്പോൾ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലൊക്കെ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവരെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ നാം കാണുന്നുണ്ട്, പ്രത്യേകിച്ച് കർത്താവിന്റെ രൂപത്തെയൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ഒരു അസഹിഷ്ണുതയില്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഫാസിസമാണ് അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള അസഹിഷ്ണുതയാണ് എന്നൊക്കെ ഘോരം ഈ ഇലക്ഷന് മുമ്പ് ക്രൈസ്തവരെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവരുടെ മുന്നിൽ അത്തരം വീഡിയോകളൊക്കെ പലപ്പോഴും കൊണ്ടുവരുന്ന ആ ഒരു സോഴ്സുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അസഹിഷ്ണുത നിറഞ്ഞ പോസ്റ്റുകൾ, ഒരു സമൂഹത്തെ, ഒരു നാടിനെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ചിന്തകളുമായി ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കളം നിറഞ്ഞ് ആടുന്നത്. അത് കൃത്യമായിട്ടുള്ളൊരു അസഹിഷ്ണുത തന്നെയല്ലേ ഫാദർ റോയ് കണിച്ചിറ? അത് അസഹിഷ്ണുത എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പകയോടെയുള്ള ഒരു പ്രതികരണം പോലെ തോന്നിപ്പോവുകയാണ്. ഇവിടെ ഞങ്ങൾ മാത്രം ജീവിച്ചാൽ മതി, ഇവിടെ ഞങ്ങളുടെ മുഖം മാത്രം ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ മതി, ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചാൽ മതി, ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളുടെ സ്വാധീനത്തിന്റെ അടിമകളായി, ഇരകളായി ജീവിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിൽ ചിലരുടെ സോഷ്യൽ മീഡിയ അപ്പിയറൻസിലൂടെ, അവതരണത്തിലൂടെ തോന്നിപ്പോവുകയാണ്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള ജനങ്ങൾ അവരുടെ ജനാധിപത്യമായ അവകാശം ഉപയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവരെ എന്തിനാണ് ഇത്രമാത്രം ആക്ഷേപിക്കുന്നത്? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിക്ക് തൃശ്ശൂരിൽ വിജയം ലഭിച്ചപ്പോൾ അത് എങ്ങനെയാണ് അവർക്ക് വിവരക്കേട് കൊണ്ട് ചെയ്തതാണ് എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ക്രൈസ്തവർ മാത്രമല്ലല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്.
സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന, വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നവരുണ്ട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് ഒരു ജനസമൂഹത്തിന്റെ ജനാധിപത്യപരമായ അവകാശവും സ്വാതന്ത്ര്യവുമാണ്. അത് ഉപയോഗിക്കാനായിട്ട് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ അവകാശം ഉപയോഗിച്ച ഒരു സമൂഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുന്ന രീതി കാണുമ്പോൾ അത് കേരളത്തിലെ ഒരു പ്രത്യേക സമൂഹത്തിന് അത്തരത്തിലുള്ള ആക്ഷേപത്തിനോട് വലിയൊരു ആർത്തി ഉള്ളതുപോലെ തോന്നിപ്പോവുകയാണ്. ഇത് ഞാനിവിടെ പിന്നെ ജോർജ് പറഞ്ഞ ആ ഒരു സോഷ്യൽ മീഡിയയിലെ ആ ഒരു ചിത്രം ഞാൻ കണ്ടിരുന്നു. അസീസ് കുന്നപ്പള്ളി എന്ന പേരിൽ ഉള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഈശോയുടെ മുഖമെടുത്ത് സുരേഷ് ഗോപിയുടെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മോർഫ് ചെയ്ത് അവതരിപ്പിച്ച് ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും പവിത്രമായ പ്രാർത്ഥനാ പ്രയോഗങ്ങൾ ആക്ഷേപകരമായി അവതരിപ്പിച്ചിരിക്കുന്നു. അത് തികച്ചും പ്രതിഷേധാർഹമാണ്. എനിക്ക് ഈ അസീസ് കുന്നപ്പള്ളിയോട് ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിൽ വാഴുന്ന താടിപ്പിതാവിനും ഈ പുത്രനും പിന്നെ പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എന്നാണ്. ഞങ്ങളുടെ കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും പരമമായ ഉറവിടമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ 3 വിശുദ്ധമായ നാമങ്ങളാണ് അസീസ് കുന്നപ്പള്ളി ഇവിടെ ആക്ഷേപകരമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ക്രൈസ്തവ സമൂഹത്തിനും കേരളത്തിന്റെ മതേതര സ്വഭാവത്തെ ആദരിക്കുന്ന പൊതുസമൂഹത്തിനുമുള്ള അറപ്പും അകൽച്ചയും, ആ പദപ്രയോഗത്തോടുള്ള അകൽച്ചയും ഇവിടെ അസീസ് കുന്നപ്പള്ളിയോട് പരസ്യമായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ അസീസിനോട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് 2 തരത്തിലുള്ള ഒരു ചിന്തയാണ് വന്നത്. ഒന്ന്, ഈശോയുടെ മുഖം ഇങ്ങനെ സുരേഷ് ഗോപിയുടെ മുഖവുമായിട്ട് ചേർത്ത് വെച്ച് അവതരിപ്പിച്ചത് കണ്ടപ്പോൾ എനിക്ക് അസീസിനോട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. എനിക്ക് ഒരാഗ്രഹം തോന്നി. അസീസിന്റെ മുഖത്തും ഈശോയുടെ മുഖം ഇങ്ങനെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലും കൂടി ഒന്ന് മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടണമെന്നാണ് എനിക്ക് അസീസിനോട് പറയാനുള്ളത്. കാരണം ഈശോയെ ദൈവപുത്രനായി ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ എന്റെ ദൈവത്തിന് മുഖമുണ്ട് എന്ന് അസീസ് അംഗീകരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ മനുഷ്യന്റെ മുഖമുള്ള ദൈവത്തെ അസീസ് സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അസീസിന് ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കാനും ആ മുഖം ഇഷ്ടപ്പെടാനും കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ മുഖം തന്നെ എടുത്ത് സുരേഷ് ഗോപിയുടെ മുഖവുമായിട്ട് ചേർത്ത് വെച്ച് കൊടുത്തതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് അസീസിന്റെ മുഖവും അസീസിന്റെ കുടുംബാംഗങ്ങളുടെ മുഖവും ഒക്കെ ഈശോയുടെ ഈ മുഖത്തോട് ചേർത്ത് വെച്ച് അസീസ് ഇങ്ങനെ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് തരണം. അന്ന് മാത്രമല്ല, ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയിൽ ഈശോ പറഞ്ഞത് തന്നെയാണ് അസീസ് ചെയ്തിരിക്കുന്നത്. കാരണം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം, അസീസ് ബൈബിൾ എടുത്തൊന്ന് വായിക്കണം. അസീസിന്റെ ഒരു സഹോദരൻ കുറച്ചു കാലം മുമ്പ് ബൈബിൾ കത്തിച്ചു കളഞ്ഞായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പൊ അസീസ് ഒരു കാര്യം ചെയ്യണം, ഈ ബൈബിൾ എടുത്തൊന്ന് വായിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അപ്പം എല്ലാവരുടെയും മുഖത്ത് ഈശോയുടെ മുഖം തെളിയണം എന്ന് എല്ലാ ക്രൈസ്തവരും ആഗ്രഹിക്കുന്നുണ്ട് അസീസെ. ഒപ്പം പിന്നെ ഒരു കാര്യം കൂടി ഈശോ പറഞ്ഞിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, അസീസെ, ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അസീസിന്റെ സഹായത്തോടെ വേണം നടക്കാനെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അസീസ് ഇതുപോലെ ഈശോയുടെ മുഖം എടുത്ത് ഓരോരുത്തർക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ശുശ്രൂഷ അസീസ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു കാലത്ത് നല്ലത് തന്നെയാണ്. അപ്പൊ സുരേഷ് ഗോപിയിൽ മാത്രമായിട്ട് അത് ഒതുക്കി കളയേണ്ട അസീസെ. അത് അസീസിന്റെ മുഖത്ത് വയ്ക്കാം, അസീസിന്റെ കുടുംബാംഗങ്ങളുടെ മുഖത്ത് വയ്ക്കാം. അങ്ങനെ ലോകം മുഴുവനും വരാനായിട്ട് വരുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. അപ്പൊ അസീസിനോട് ഞങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിന് വളരെ നന്ദിയുണ്ട്. അപ്പൊ അസീസ് ഇപ്പം സുരേഷ് ഗോപിയിൽ തുടങ്ങിയല്ലോ, നല്ല കാര്യമാണ്. നാളെ തൊട്ട് അസീസിന്റെ പോരട്ടെ, അസീസിന്റെ മുഖത്ത് ഈശോയുടെ മുഖം വരട്ടെ. ഈശോയുടെ മുഖം അസീസിന്റെ മുഖത്ത് മാത്രമല്ല അസീസിന്റെ അകത്തും വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അസീസിന്റെ മാത്രമല്ല, എല്ലാ മനുഷ്യന്റെയും അകത്ത് ഈശോയുടെ മുഖം വരണം അസീസെ. എന്നാലേ ഈ ലോകത്തിൽ മനുഷ്യനെ ദൈവത്തിന് തുല്യനായി ആദരിക്കുന്ന മനുഷ്യത്വത്തിന്റെ സുവിശേഷം ഇവിടെ
നടപ്പിലാവുള്ളൂ അസീസെ. അതുകൊണ്ടാണ്. അപ്പോൾ അസീസിനോടുള്ള എന്റെ മറുപടിയാണിത്. അസീസ് ഇത് ചെയ്തു തരണം. സമയമുണ്ടല്ലോ. ഇപ്പൊ സുരേഷ് ഗോപിയുടെ മുഖം എങ്ങനെ ഈശോയുടെ മുഖമാക്കി എടുക്കാൻ മാത്രമൊക്കെയുള്ള സമയമുണ്ടല്ലോ സഹോദരന്. അപ്പൊ ആദ്യം ഇനി അടുത്ത സഹോദരന്റെ വരട്ടെ, എന്നിട്ട് നമുക്ക് ഓരോരുത്തരുടെ ഇങ്ങനെ അതൊരു ശുശ്രൂഷയായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പൊ അത് ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ക്രൈസ്തവമായ ഞങ്ങളുടെ ബിംബങ്ങളെ ഇത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു ആക്ഷേപത്തിന്റെ കാരണമാക്കി മാറ്റാനാണ് അസീസ് ശ്രമിച്ചതെങ്കിലും അത് നല്ലൊരു തുടക്കമാവട്ടെ അസീസെ. നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ഈ സുവിശേഷം പ്രഘോഷിക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഇനിയും നമുക്ക് കാണാൻ കഴിയട്ടെ, ഇതുപോലുള്ള പോസ്റ്റുകൾ ഇനിയും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോർജ് പറഞ്ഞ കാര്യത്തിന് ഉള്ള എന്റെ മറുപടിയാണ് ഞാൻ അസീസിനോട് പറഞ്ഞത്. ഇത്തരത്തിൽ ക്രൈസ്തവർ അവരുടെ മൗലികമായ ജനാധിപത്യ അവകാശം അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് പിന്നെ വോട്ടായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ അസീസിനെ പോലെയുള്ളവർ ആക്ഷേപിക്കുമ്പോൾ ഇവിടെ ഇത് മതപരമായ ഒരു വക്രീകരണം ഇവിടെ നടത്താനുള്ള ചിലരുടെ ദുരുദ്ദേശം കൂടി ഇവിടെ പ്രകടമാകുന്നുണ്ട്. അത് കേരളത്തിന്റെ ജനാധിപത്യ മനസ്സ് ഇഷ്ടപ്പെടുന്നില്ല. പകരം എല്ലാ മനുഷ്യർക്കും ജനാധിപത്യപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനും അത് വിനിയോഗിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാടായിട്ട് തന്നെ നമ്മുടെ കേരളം തുടർന്നു വരുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് ഇനിയും തുടരും. അതിനെ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യപരമായ സംഘടിതമായ ഐക്യരൂപത്തോടു കൂടിയുള്ള മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഡോക്ടർ ചാക്കോ കാളാപ്പറമ്പിൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ടിനെ ഒന്ന് ഒരു സൂക്ഷ്മമായി വീക്ഷിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇപ്പൊ തൃശ്ശൂരിലാണ് ഒരു ക്രൈസ്തവരുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഈ മണ്ഡലം തോറുമുള്ള ഒരു കണക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് 28% വോട്ടുകളാണ്. ഇത്തവണ അത് ഏകദേശം ഒരു 37% എത്തിക്കാൻ സാധിക്കുന്നു. നമ്മൾ ഓരോ മണ്ഡലങ്ങളിലൂടെയും പോകുമ്പോൾ ഈ ഒരൊറ്റൊരു മണ്ഡലം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും. പ്രത്യേകിച്ച് ഒല്ലൂര് ക്രൈസ്തവ ഏറ്റവും കൂടുതൽ വളരെയധികം ഭൂരിപക്ഷമുള്ളൊരു മേഖല. ഒപ്പം തന്നെ തൃശ്ശൂർ, ഈ ഒല്ലൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏകദേശം 13,000-ഓളം വോട്ടുകളുടെ ഒരു 10,000-ഓളം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം ലഭിക്കുന്നുണ്ട് ഒല്ലൂരിൽ. ഒപ്പം തന്നെ തൃശ്ശൂരിൽ 14,000-ലധികം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം ലഭിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഗുരുവായൂർ ഒഴികെ, പ്രത്യേകിച്ച് ചാവക്കാടൊക്കെ നമുക്കറിയാം ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. ഗുരുവായൂർ ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് ശക്തമായിട്ടുള്ള ഒരു ലീഡ് ലഭിക്കുന്നു. അപ്പോൾ ഒരു ഹൈന്ദവ ഒരു ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഏകീകരണം, അതിലൂടെ സംഭവിച്ച ഒരു ഇമ്പാക്റ്റ്, അത് വളരെ വലിയൊരു സന്ദേശം തന്നെയല്ലേ കേരള സമൂഹത്തിനും ഒപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്നത്? ഞാനിത് ചോദിക്കാൻ കാരണം, നാളുകളായി പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ ന്യായമായ അവകാശങ്ങളുടെ മേലുള്ള ഒരു കടന്നുകയറ്റമൊക്കെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹൈന്ദവരുടെയും പല അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം, ഈ ശബരിമല ഇഷ്യൂ ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഈ ഹൈന്ദവ ക്രൈസ്തവരുടെ വോട്ടുകളുടെ ഒരു ഏകീകരണം സംഭവിച്ചപ്പോൾ അതൊരു മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ്, അത് വലിയൊരു സന്ദേശം തന്നെയല്ലേ പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നത്? ഡോക്ടർ ചാക്കോ കാളാപ്പറമ്പിൽ. ജോർഡി, തീർച്ചയായിട്ടും ഞാൻ താങ്കളുടെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ വോട്ടേഴ്സ് ചെവിക്ക് പിടിക്കുന്നു എന്ന്. വോട്ടേഴ്സിനെ ചെവിക്ക് പിടിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ജനാധിപത്യം. പക്ഷെ ഇവിടെ വോട്ടേഴ്സിന്റെ ചെവിക്ക് പിടിക്കാൻ ആർക്കും അധികാരമില്ല. വോട്ട് ചെയ്തതിന്റെ പേരിൽ വോട്ടേഴ്സിന്റെ ചെവിക്ക് പിടിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ല. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് കൂട്ടി വായിക്കുകയാണെങ്കിൽ അതൊരു സ്പിരിച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള ജനാധിപത്യമാണ്. ജനാധിപത്യം നമ്മൾ കേന്ദ്രീകൃത ജനാധിപത്യമൊന്നും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇന്ത്യൻ ജനാധിപത്യം രണ്ട് വിധത്തിലുണ്ട്. കേന്ദ്രീകൃത ജനാധിപത്യത്തിൽ 51% എന്ത് പറയുന്നു അത് 49% അംഗീകരിച്ചുള്ളൂ. അത് എനിക്ക് തോന്നുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിലൊക്കെ അത് തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ ഇന്ത്യൻ ജനാധിപത്യം കുറച്ചുകൂടി ഒരു സ്പിരിച്വലി ഓറിയന്റഡ് ആണ്. അവിടെ 99 പേര് ചായ കുടിച്ച് ഒരാൾക്ക് കാപ്പി മതി എന്ന് പറഞ്ഞാൽ കാപ്പി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാവണം. നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ്. ഈ ജനാധിപത്യത്തിന്റെ ഒരുപാട് നന്മകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം തികഞ്ഞ ഒരു ജനാധിപത്യ സമ്പ്രദായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് തികഞ്ഞ ഒരു ഭരണ ക്രമമോ അല്ലെങ്കിൽ തികഞ്ഞ ഒരു രാഷ്ട്രീയ
രാഷ്ട്രീയമായ നീക്കമാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനും ഇനിയും മോഡിഫിക്കേഷൻസ് ഉണ്ടാവേണ്ടത്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ജനാധിപത്യത്തില് നമ്മൾ കാണുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, ഇവിടെ ജനങ്ങള് ആരാണോ ജനങ്ങൾക്കെതിരായി പോകുന്നത് അവരുടെ ചെവിക്ക് പിടിക്കും. ഭരണാധികാരിയാണെന്ന് യാതൊരു നോട്ടവും വേണ്ട. ഞാൻ ഉദാഹരണം പറഞ്ഞാല്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയുന്നതിൽ, അവരുടെ ഭരണ സംവിധാനത്തെ തൂത്തെറിയുന്നതിൽ മുൻപന്തിയിൽ നിന്നത് UP-യിലെ നിരക്ഷരത നമ്മൾ പലപ്പോഴും ഉപേക്ഷിക്കുന്ന വോട്ടർമാരാണ്. തൂത്തെറിഞ്ഞു കളഞ്ഞു. ഇന്ദിരാഗാന്ധിയെ ഏകാധിപത്യ പ്രവണതയുള്ള വ്യക്തി എന്ന മുദ്ര കുത്തിക്കൊണ്ട് തൂത്തെറിഞ്ഞു കളയാൻ ഇന്ത്യയിലെ സാധാരണക്കാരായ വലിയ വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾക്ക് സാധിക്കുന്നു. ഇപ്പോൾ തന്നെ വർഗീയതയെക്കുറിച്ച് ഒരുപാട് പ്രകമ്പനങ്ങൾ നടക്കുമ്പോൾ ഈ വർഗീയതയ്ക്ക് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങൾ ഇപ്പൊ കൊടുത്തിരിക്കുന്നു. വർഗീയത അതിന്റെ ഒരു സീമ ലംഘിച്ച് പോകാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് BJPക്ക് 240 സീറ്റുകളിലൂടെ ജനം നൽകിയിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസിനെ പോലെയുള്ള മുന്നണികൾ, കോൺഗ്രസ് ഭാഗമാകുന്ന മുന്നണികളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ജനകേന്ദ്രീകൃതമല്ല, മറിച്ച് മറ്റു ചില താല്പര്യങ്ങളുടെ കേന്ദ്രീകൃതമാണ് എന്ന് വരുന്ന വിധത്തിൽ ആണെന്ന് ജനം തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവരെ ഭരണത്തിലേക്ക് കയറ്റാൻ മടിച്ചു നിൽക്കുന്നതും. അതുകൊണ്ട് NDAക്ക് തന്നെ വീണ്ടും ഒരു ടേം കൂടെ കൊടുക്കുമ്പോൾ ആ മൃഗീയ ഭൂരിപക്ഷത്തിലൂടെ അവർ അഹങ്കരിക്കാതിരിക്കാനും അവരിൽ നിന്ന് തിക്തഫലങ്ങൾ ജനാധിപത്യത്തിനെതിരായി പിറകാതിരിക്കാനുമുള്ള ഒരു പ്രായോഗിക ബുദ്ധി ഇന്ത്യയുടെ സാധാരണക്കാരായ ദരിദ്രരായ വോട്ടർമാർ കാണിക്കുന്നു എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നത് ഇടത് വലത് കക്ഷികൾ മാറി മാറി ഭരിച്ചിരുന്നു. അപ്പൊ ഇവർക്കപ്പുറത്ത് വേറൊരു ലോകമില്ല എന്ന് അവർ ചിന്തിച്ചു വെച്ചു. ഇപ്പൊ അവർക്കെതിരെ വെല്ലുവിളി വന്നപ്പോൾ അവർ സാധാരണക്കാരായ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, ഇവർക്കെതിരെ വേറെ ആരും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇവർക്ക് എന്തും ആവാം. ആ രീതിയിലേക്കുള്ള ഒരു ഭരണ രീതി ഇവിടെ തുടർന്നു പോകുന്നു കാലാകാലങ്ങളായിട്ട്. അതാണ് താങ്കൾ ആദ്യം പറഞ്ഞ ഇടതുകാലിലെ ബന്ധ് വലതുകാലിലെ വലതുകാലിലെ ബന്ധ് ഇടതുകാലിൽ വെക്കുന്ന രീതിയിലേക്കാണ് കേരളം 1956, 57 കാലഘട്ടം മുതൽ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് അതിന് ഒരു അപവാദം ഉണ്ടായെന്ന് പറയാവുന്നുണ്ട്. പക്ഷെ അവരുടെയും ഈ ഭരണ സംവിധാനത്തിന്റെ വികലമായ നടത്തിപ്പുകള്, ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതിരിക്കല്, മൈനോറിറ്റി എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം പീഡിപ്പിക്കുകയും മറുവിഭാഗത്തെ പൂർണ്ണമായി ചിറ്റമ്മ നയത്തോടെ തമസ്കരിക്കുകയും ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ. അതിൽ ഈ മൈനോറിറ്റി, ഈ തമസ്കരിക്കപ്പെട്ട മൈനോറിറ്റി മാത്രമല്ല അതിൽ അസ്വസ്ഥത കാണിക്കുന്നത്. ഈ നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് ജെന്യുവിനായി ചിന്തിക്കാൻ കഴിയുന്ന മെജോറിറ്റി സമൂഹവും അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. നമ്മളതാണ് കാണുന്നത്. ഇപ്പൊ തൃശ്ശൂരിൽ നമ്മൾ കാണുന്നത് ഒല്ലൂരും തൃശ്ശൂരും അവിടെയെല്ലാം ഭൂരിപക്ഷം നേടുകയാണ്. അപ്പോ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടും അതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ടും ഈ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന മറ്റു സമൂഹങ്ങളുടെ വോട്ടും എല്ലാം അദ്ദേഹം നേടുകയാണ്. ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യം മാത്രം എടുക്കണ്ട, നമ്മൾ തിരുവനന്തപുരത്തേക്ക് നോക്കിക്കേ. തിരുവനന്തപുരത്ത് വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ ജയിക്കുമായിരുന്നു. എന്നാൽ വിഴിഞ്ഞം പോലുള്ളൊരു പ്രശ്നം അവിടെ കത്തി നിന്നുകൊണ്ട് തീരദേശ ജനങ്ങള്, പ്രത്യേകിച്ച് അതിൽ ഒരു നല്ല വിഭാഗം നാടൻ ക്രിസ്ത്യൻസുകളുടെ ആളുകള് അതിനെതിരെ നിലകൊണ്ടു എന്നുള്ളത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തീരദേശത്തു നിന്നും ഒഴിവാക്കപ്പെട്ടത്. അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു. അപ്പൊ ഒരു തിരിച്ചടി കൊടുക്കുകയാണ്, ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ക്രൈസ്തവ സാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ ഒരു പരിധിവരെ തീരദേശത്തുണ്ടായതാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണം നമ്മൾ പറയേണ്ടി വരും. കാരണം ആ മണിപ്പൂർ വിഷയങ്ങൾ വരികയും ചില പ്രസ്താവനകൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയും ഒരു തിരിഞ്ഞു നോക്കാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് ഏത് നിയോജക മണ്ഡലം എടുത്താലും അവിടെയെല്ലാം 20% ആലപ്പുഴ, ആലത്തൂരൊക്കെ സമാനമായ ഒരു ട്രെൻഡ്. ആലപ്പുഴ, ആലത്തൂര്, അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ക്രൈസ്തവ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും വയനാട്ടിലടക്കം നമ്മൾ നോക്കുക, BJPയുടെ കാൻഡിഡേറ്റ് മുമ്പ് നേടിയതിനേക്കാളും ഇരട്ടിയിലധികം വോട്ട് നേടിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ പെരുപ്പിച്ച് ഇവിടെ കൊള്ളുന്ന ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാമെന്ന് കഴിയുമെന്ന് ചിന്തിക്കുന്ന ഭരണ സംവിധാനങ്ങൾക്ക് തിരിച്ചടിയാണിത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ, ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഭീകരവാദത്തിന്റെ താവളങ്ങൾ ഇവിടെ ഉണ്ടാകുക, അതുപോലെ തന്നെ ഇവിടുത്തെ വന്യമൃഗശല്യങ്ങൾക്ക് പരിഹാരമുണ്ടാകാതിരിക്കുക, ഇവിടുത്തെ മൈനോറിറ്റി ആയിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിന് കഴിഞ്ഞ 15 വർഷമായിട്ട് നടപ്പാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ന്യായമായ അവകാശങ്ങൾ നടപ്പാക്കി കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം ജൈവിക കമ്മീഷൻ നടപ്പാക്കുന്നതിൽ ഗവൺമെന്റ് കാണിക്കുന്ന ഉദാസീനത. അതുപോലെ തന്നെ EWSനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹത്തിന്, മുന്നോക്ക സമുദായത്തിന് കിട്ടേണ്ട, സാമ്പത്തികമായി പിന്നോക്കം നിന്നവർക്ക് അർഹമായി ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കാൻ കേന്ദ്രം പോലും
ന്യായമായിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി നിലകൊള്ളാതിരിക്കുക, 80-20 അനുപാതത്തെ സ്കോളർഷിപ്പുകൾ വന്നപ്പോൾ അതിനെതിരെ ജനസംഖ്യാനുപാതിക വേണമെന്ന് കോടതി വിധിച്ചിട്ട് അതിനെതിരെ സുപ്രീം കോടതിയിൽ വിധിക്ക് പോവുക, അല്ലെങ്കിൽ അപ്പീലിന് പോവുക. ആര്? സംസ്ഥാന സർക്കാർ തന്നെ. അനീതി നടപ്പാക്കാൻ വേണ്ടി പോവുക, കാർഷിക പ്രശ്നങ്ങളെ തമസ്കരിക്കുക, വന്യമൃഗ ശല്യങ്ങൾ രൂക്ഷമായിരിക്കുന്ന സംസ്ഥാനത്ത് അതിനെതിരെ കണ്ണടച്ചുകൊണ്ട് വിഷയം മാറ്റിവിടുക. അങ്ങനെ ജനങ്ങളെ നേരിടുന്ന നാനാവിധ വിലക്കയറ്റം അടക്കമുള്ള മുഖം തിരിച്ചു നിൽക്കുന്ന ചിത്തമനയം കാണിക്കുന്ന ഒരു സമുദായത്തെ തന്നെ ഒരു പരിധി വരെ അങ്ങേയറ്റം നിരുത്തരവാദിത്തപരമായ വിധത്തിൽ തമസ്കരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തോടുള്ള ജനങ്ങളുടെ വെല്ലുവിളിയുടെ പ്രതിപ്രവർത്തനമാണ് വാസ്തവത്തിൽ. അതിന്റെ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഡോക്ടർ ചാക്കോ കളമ്പറമ്പിൽ. അങ്ങ് സൂചിപ്പിച്ച ഈ ജനകീയ വിഷയങ്ങൾ, ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം ഇവർ പലരും, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലെ പലരും ശ്രദ്ധിച്ചിരുന്നത് ഹമാസിനെ പ്രേമം അതും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലേ? അതായത് അവരുടെയൊക്കെ ഒരു അജണ്ട കൃത്യമായിട്ട് നമുക്കറിയാം. ഈ ക്രൈസ്തവരെയും യഹൂദരെയും ഇല്ലാതാക്കുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യ റാലികൾ, അവർക്ക് വേണ്ടി കുഴലൂതുന്ന രാഷ്ട്രീയക്കാർ, അത് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിന്റെ ഒരു സൂചന നമുക്ക് ഈ ഫലത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കടന്നുകയറ്റങ്ങള് അതിനെ അറിഞ്ഞും അറിയാതെയും പ്രോത്സാഹിപ്പിക്കുന്ന തക്ക വിധത്തിലുള്ള നീക്കങ്ങള് ഭരണകൂടങ്ങൾ ചെയ്യുമ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അവരെ അരിയാഹാരം കഴിക്കുന്നവരാണ്, അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ജനാധിപത്യ ക്രമത്തിൽ അധികാരം കൈയാളുന്നവൻ എന്തുമാകാം, ആരെയും പ്രീണിപ്പിച്ച് വോട്ട് നേടി വീണ്ടും അധികാരം കൈയാളാമെന്ന ചിന്തയിലൂടെ ഒരു ഏകാധിപത്യ പ്രവണതയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ ജനങ്ങൾ അവരുടെ വാളെടുക്കുന്നതാണ്, അവർ ഇവരുടെ ചെവിക്ക് പിടിക്കുന്നതാണ് വാസ്തവത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. ഹമാസ് പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞ ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസ് എംപിയെ തന്നെ ഒറ്റപ്പെടുത്തുകയൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് പലപ്പോഴും നമ്മൾ സത്യം വിളിച്ചു പറയുന്നതിനെ തമസ്കരിക്കുകയാണ്, സത്യം വിളിച്ചു പറയുന്നവനെ ആക്ഷേപിക്കുകയാണ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനെ, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനെയും ട്രോള് വഴിയും മറ്റും അപമാനിക്കുകയാണ്. ഇവിടെ എന്ത് ജനാധിപത്യ സമ്പ്രദായമാണ്? നമ്മൾ പറയുന്നു ഉത്തരേന്ത്യയിൽ അതാണ്, ഉത്തരേന്ത്യയിൽ വർഗീയത കാണിക്കുന്നു, ഉത്തരേന്ത്യയിൽ അസഹിഷ്ണുത കാണിക്കുന്നു എന്ന് പറഞ്ഞ് ജോർജ് ഇവിടെ സൂചിപ്പിച്ചതാണ്. എന്നാൽ ഈ സംസ്ഥാനത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ന്യായമായ ജനാധിപത്യാവകാശം ഉപയോഗിച്ച് വോട്ട് ചെയ്ത ആളുകളെ പരിഹസിക്കുവാൻ ഈ ഉത്തരേന്ത്യൻ പ്രശ്നങ്ങളിലേക്ക് നോക്കി നമ്മളെ പേടിപ്പിക്കുന്നവർ തന്നെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കാരണം എനിക്ക് എന്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ എനിക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ എനിക്കൊരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് നൽകുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അധികാരമാണ്. അത് ഇങ്ങനെ വിനിയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ ആർക്കാണ് ഇവിടെ അധികാരം? അതിങ്ങനെ വിനിയോഗിച്ചാൽ ഞങ്ങൾ തന്നെ ആക്ഷേപിക്കും എന്ന് പറയാൻ ആർക്കാണ് അധികാരം? സ്വാഭാവികമായിട്ടും ജനങ്ങൾ ബുദ്ധിയും വിവരവും ഉള്ളതാണെന്ന് തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഈ രണ്ടു കൂട്ടർക്കും വേണ്ടി. ഇപ്പൊ കോൺഗ്രസിന് ഇപ്പൊ ഒരുപാട് എനിക്ക് തോന്നുന്നില്ല, കേരളത്തിൽ 18 സീറ്റ് കിട്ടിയെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് നോക്കുക, കോൺഗ്രസിന്റെ അവസ്ഥ നോക്കുക. ഞാൻ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഇനിയും ജനങ്ങൾ കോൺഗ്രസിന്റെ ചെവിക്ക് പിടിച്ചിരിക്കുകയാണെന്ന് പറയാൻ കാരണം. ഒരു സീറ്റ് പോലും കിട്ടാത്തതാണ് മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ത്രിപുര, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്. ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ഇടം കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഒഡീഷയിലും ഗുജറാത്തിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും ഛത്തീസ്ഗഡിലും ഒരേ ഒരു സീറ്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ നയങ്ങൾ, ഇപ്പൊ ഞാൻ പറയാണ്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നമ്മൾ എന്താ കണ്ടത്? പ്രകടന പത്രിക കാണുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളെ കുച്ചിവിലടങ്ങാൻ നോക്കുന്ന സംവിധാനങ്ങൾ ഒരു പ്രകടന പത്രികയിലാകുമ്പോൾ, മറ്റു പ്രകടന പത്രികയിൽ കാണുന്നത് ധാർമ്മികതയ്ക്കെതിരായിട്ടുള്ള നിയമങ്ങൾ, കുടുംബത്തെ ശൈഥില്യത്തിലേക്ക് നയിക്കുന്ന കുടുംബങ്ങളുടെ ഭദ്രതയെ തകർക്കൊണ്ട് രാജ്യത്തിന്റെ സുസ്ഥിരതയെ തകർക്കുന്ന വിധത്തിലുള്ള പ്രകടന പത്രികയിലെ ഓരോ പ്രഖ്യാപനങ്ങൾ, സെയിം സെക്സ് റിലേഷനും അതുപോലെ തന്നെ സ്വവർഗരതിയെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന വിധത്തിലുള്ള ധാർമ്മിക ച്യുതി ബാധിച്ച പ്രകടന പത്രികകളെ ജനങ്ങൾ തള്ളിക്കളയും. അത് നമ്മള് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ എനിക്ക് തോന്നുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചവരാണ്. കാരണം ഇവിടെ അത്രമാത്രം പ്രശ്നങ്ങൾ അടിയന്തരാവസ്ഥ ഉണ്ടായില്ല. പക്ഷെ ഉത്തരേന്ത്യൻ ജനം നോക്കുക, ഉത്തരേന്ത്യൻ ജനം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം. നമ്മളാ വിചാരിക്കും ഇവരൊക്കെ സാധാരണക്കാരാണ്, വിദ്യാഭ്യാസം. പക്ഷെ ഈ മൂല്യച്യുതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതിന്റെ ഭാഗമാണിത്. സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി ജയിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരു സിനിമാക്കാരനായതുകൊണ്ടല്ല. സിനിമാക്കാരനാണെന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയാൻ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ പരാജയപ്പെട്ട അദ്ദേഹം തൃശ്ശൂര് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തൃശ്ശൂരിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങള്, ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങള്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സാഹചര്യങ്ങള്
ജനങ്ങളെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി നിലകൊള്ളാനുള്ള അദ്ദേഹത്തിന്റെ ആർജവം, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ 5 കൊല്ലം ഇരുന്നത്. സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ തോറ്റു കഴിഞ്ഞാൽ അവർ പഠിക്കേണ്ട ഒരു പാഠം സുരേഷ് ഗോപിയിൽ നിന്നാണെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻസിലേക്ക് ഇറങ്ങി ചെന്ന് ജയത്തിലും പരാജയത്തിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്ന വിധത്തിലുള്ള പ്രവർത്തന ശൈലിയിലേക്ക് രാഷ്ട്രീയ സംവിധാനങ്ങളും രാഷ്ട്രീയക്കാരും മാറിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിനെ തൂത്തെറിയും. അതാണ് സംഭവിക്കുക. അതാണ്ട് ഒരു ഇലക്ഷൻ ജയിച്ചാൽ ഉടനെ കുറച്ചാൽ അത് നടന്നു, പിന്നെ ആളുകളില്ല, പിന്നെ ജനങ്ങളില്ല, പിന്നെ പ്രവർത്തനങ്ങളില്ല. ഒരു ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ ഉടനെ മുണ്ടുപടയിൽ ഒളിച്ചു പോയിരിക്കുക. ഇതൊന്നും അല്ല ഇതിന്റെ രീതി. മറിച്ച് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു പരിധിവരെ ഈ രാഷ്ട്രീയക്കാരെ പഠിപ്പിച്ചത് ഈ സിനിമാ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ മനുഷ്യനാണ്. അപ്പൊ നമുക്ക് അതിനൊന്നും കുറച്ച് കാണാൻ കഴിയില്ല. അപ്പൊ തൃശ്ശൂര് പോലുള്ള സ്ഥലങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം ഈ ക്രൈസ്തവ സമുദായത്തിലുള്ള അവഗണനയെ ക്രൈസ്തവ സമുദായം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചിട്ടുണ്ട്. ഈ 20% വോട്ട് ബാങ്കിലേക്ക് NDA എത്തിച്ചേരാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. തീർച്ചയായിട്ടും മറ്റ് മുന്നോക്ക സമുദായങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായവും ഒക്കെ ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ മുസ്ലിം സമുദായം ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇതൊരു തിരിച്ചറിവ് നൽകാനുള്ള ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് ഇവരിതിനെ കണ്ടേ മതിയാകൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ മാറി മാറി വരുന്ന ഈ മന്ത് മാറ്റിവെക്കൽ പ്രക്രിയ ഇനി തുടരില്ല. മറിച്ച് പുതിയ മാനങ്ങളിലേക്ക് സംസ്ഥാനം പോകുമെന്നുള്ളതിന്റെ ഒരു തുടക്കമാണ്, ഒരു തുടക്കം കുറിക്കലാണ് ഈ ഇലക്ഷന്റെ റിസൾട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വളരെ വ്യക്തമാണ്. ഫാദർ റോയ് കണ്ണഞ്ചിറ സി എം, പ്രത്യേകിച്ച് നമ്മൾ ഈ കേരളത്തിലെ ഒരു ഇലക്ഷൻ റിസൾട്ട് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ഈ ക്രൈസ്തവ നാമധാരികളായ പലരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പലരും വളരെയധികം ഒരു മൂല്യബോധമുള്ള, ഒരു മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനം അവലംബിക്കുന്നവരാണ്. നമുക്കറിയാം, കോട്ടയത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ് കോതമംഗലം രൂപതയുടെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ഒക്കെയാണ്. അപ്പോൾ ഈ കേരളത്തിലെ ക്രൈസ്തവർ വളരെയധികം ഒരു അവഗണനയിലൂടെ, ഒരു പ്രതിസന്ധികളിലൂടെ, ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളായ മലയോര മേഖലയിൽ വന്യമൃഗശല്യം, ഭൂപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം തീരദേശ മേഖലയിൽ വിഴിഞ്ഞം പോലുള്ള വിഷയങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഒത്തിരിയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ അവരുടെ ഒരു വർക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനം എപ്രകാരം ആയിരിക്കണം? പലപ്പോഴും നമ്മൾ മുൻ കാലഘട്ടത്തിലൊക്കെ ഷെക്കേന ബിഗ് ഡിബേറ്റിലൂടെയൊക്കെ നമ്മൾ വിമർശനാത്മകമായി വിമർശിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ക്രൈസ്തവ നാമധാരികൾ ക്രൈസ്തവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല. ഈ മാറുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ 2024 ഈ ഒരു ഇലക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ക്രൈസ്തവ നാമധാരികൾ ക്രൈസ്തവർക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം? നമുക്കറിയാം, രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വേണ്ടി കൂടിയാണ്. പക്ഷേ മാറുന്ന ഒരു സാഹചര്യത്തിൽ കടുത്ത അവഗണനയിലൂടെ കടന്നു പോകുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ എങ്ങനെ നോക്കി കാണണം? ഇവരെ പറ്റിയുള്ള ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ സി എം? 5 ക്രൈസ്തവ വിശ്വാസികളായ ജനപ്രതിനിധികൾ ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലരുമായിട്ട് എനിക്ക് വളരെ അടുത്ത സൗഹൃദവുമുണ്ട്. അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ ക്രൈസ്തവ വിശ്വാസം എല്ലാ സമയത്തും ഉയർത്തിപ്പിടിക്കുവാനും രാഷ്ട്രീയത്തിന് അതീതമായി വിശ്വാസം പരസ്യമായി ഏറ്റുപറയുവാനും ഒക്കെയുള്ള ധൈര്യവും വിശ്വാസ തീക്ഷ്ണതയും പ്രകടിപ്പിക്കുന്ന നല്ല കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള നല്ല വിശ്വാസികൾ തന്നെയാണ്. അവരിപ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ പശ്ചാത്തലത്തിൽ നിന്ന് വളരുകയും UDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് UDFന്റെ തന്നെ ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് വിജയിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, എല്ലാ ജനങ്ങളുടെയും പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ എല്ലാ ജനപ്രതിനിധികളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് 2 ചോയ്സ് ആണുള്ളത്. ഈ പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ പോകുന്നത്, എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയാണ്. അപ്പോൾ ഈ പ്രതിനിധികൾക്ക് 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് നിധിയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിയാകാം. ഈ 2 സാധ്യതകൾ എല്ലാ ജനപ്രതിനിധികൾക്കുമുണ്ട്. അപ്പോൾ അടുത്ത 5 വർഷക്കാലത്തേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് ഈ പൊതുസമൂഹം, വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും ഒരുപോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വോട്ട് ചെയ്യാത്തവർക്കും വോട്ട് ചെയ്തവർക്കും ഒരുപോലെ നിങ്ങൾ നിധിയായി മാറണം എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പല ജനപ്രതിനിധികളും ഈ രാഷ്ട്രീയം തന്നെ ഒരു മറഞ്ഞിരിക്കുന്ന നിധിയായി കരുതുകയും അത് കൊള്ളയടിച്ച് അവസാനം
പ്രതിസ്ഥാനത്തായി മാറുകയും ചെയ്യുന്ന, ജനങ്ങളുടെ അവകാശങ്ങൾ കൊള്ളയടിച്ച് ഒരു പ്രതിസ്ഥാനത്തായി മാറുകയും ചെയ്യുന്ന ഒരു ഇരുണ്ട രാഷ്ട്രീയത്തിന്റെ ഒരു മുഖത്തു നിന്നാണ് നിങ്ങൾ പ്രകാശത്തിന്റെ പ്രതീകങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്രൈസ്തവരായ 5 പേരോട് മാത്രമല്ല 20 പേരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേരളത്തിന്റെ നിധികളായി മാറണമേ എന്ന് തന്നെയാണ്. പ്രതികളായി മാറരുത്. ഇനി എനിക്ക് എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ പ്രതിനിധികളായിട്ടുള്ള ജനപ്രതിനിധികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിന്റെ എല്ലാ ജനങ്ങളുടെയും നീതി നിങ്ങൾ നടപ്പിലാക്കി കൊടുക്കണം എന്ന് തന്നെയാണ്. കാരണം അവർക്ക് വേറൊരു ജനപ്രതിനിധി അവിടെ നിന്നില്ല. ഇപ്പോൾ നാനാജാതി മതസ്ഥരായ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ഓരോ മണ്ഡലത്തിലെയും വോട്ട് ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള വോട്ടർമാർക്ക് ഇനി അടുത്ത 5 വർഷത്തേക്ക് വേറൊരു ജനപ്രതിനിധി ഇല്ല. അപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും നീതി നടപ്പിലാക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ ഇതര മതവിശ്വാസികളായിട്ടുള്ള ജനപ്രതിനിധികളെ കൂടി നിങ്ങൾ നോക്കണം. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അവരുടെ മതത്തിന്റെയും സമുദായത്തിന്റെയും ഒക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടി ഏതാണെങ്കിലും ആ വിശ്വാസത്തിനും അവരുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണത്തിനും അവരുടെ ജനത്തിന് ഉപകാരം ലഭിക്കുന്നതിനുമൊക്കെ യാതൊരു തരത്തിലുമുള്ള ജാള്യതയും ഇല്ലാതെ ആ മതത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പോരാടുന്ന കാഴ്ചകൾക്ക് കേരളത്തിന്റെ കഴിഞ്ഞ കുറെ വർഷങ്ങൾ സാക്ഷികളാണ്. നിങ്ങൾ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം വാദിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ക്രൈസ്തവരുടെ ഒരു ആവശ്യം വരുമ്പോൾ ഞാനും ഒരു ക്രൈസ്തവനാണ് എന്ന് ഓർക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. അത് എവിടെയും തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ജനാധിപത്യപരമായ മര്യാദ നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, മതേതരത്വത്തിന്റെ സംസ്കാരം നിലനിൽക്കുന്ന ഭാരതത്തിൽ ഞാനൊരു മതവിശ്വാസിയാണ്, എന്റെ മതം എനിക്ക് ഇവിടം വരെ എത്തുവാനുള്ള ധാർമ്മികമായ അടിത്തറ പണിത എന്റെ ജീവശ്വാസമാണ്. ആ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനും എല്ലാവർക്കും സേവനം ചെയ്യാനും എനിക്ക് കഴിയും എന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ക്രൈസ്തവമായ കാഴ്ചപ്പാടിൽ നമ്മൾക്ക് നമ്മുടെ സൃഷ്ടാവായ ദൈവപിതാവിന്റെ മക്കളാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ അത് ഒരു ക്രൈസ്തവ ജനപ്രതിനിധിയിൽ നിന്ന് എല്ലാവരും അനുഭവിക്കാനായിട്ട് ഇടവരണം. എല്ലാവരെയും ദൈവമക്കളായിട്ട് കരുതുവാനും അതേസമയം സ്വന്തം വിശ്വാസത്തിലുള്ള സഹോദരങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവകാശ നിഷേധം സംഭവിച്ചാൽ അവർക്ക് വേണ്ടി ഇതര മതസമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ പോരാടി കഴിഞ്ഞിട്ട് പോരാടാൻ വേണ്ടി കാത്തിരിക്കരുത്. ഒപ്പം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിശ്വാസ സമൂഹത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾ ഉണ്ടാകണം എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രതിയാകരുത്, നിധിയാകണം എന്ന് തന്നെയാണ്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളായി ഞങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിഹ്നം വഹിക്കുന്ന ജനപ്രതിനിധികൾക്കും ഇതേ ദർശനം തന്നെ സ്വീകരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനും പറയാൻ കഴിയണം, നിങ്ങൾ ഞങ്ങളുടെ നിധിയാണ് എന്ന് പറയാൻ കഴിയണം. അത്തരത്തിൽ സമുദായത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ, വിശ്വാസത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ വിശ്വാസ സമൂഹങ്ങൾക്കും വിശ്വാസികളാണ് എന്നുള്ളതിന്റെ പേരിൽ നിലനിൽപ്പിന് തടസ്സം നേരിടുമ്പോൾ മറ്റുള്ളവരെല്ലാം ഇടപെട്ട് കഴിഞ്ഞിട്ട് ഉന്തിത്തള്ളി നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. പകരം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ എന്റെ വിശ്വാസ സമൂഹത്തിനേറ്റ മുറിവുകൾക്ക്, അവകാശ നിഷേധത്തിന് ഞാൻ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അതിനുവേണ്ടി പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആശയം തന്നെയാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ പങ്കുവച്ചത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരുടെയും ഒരു നിധിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും അവസാനമായി ഡോക്ടർ ചാക്കോ വള്ളംപറമ്പിൽ, നമ്മുടെ ഒരു ചർച്ചയുടെ ഒരു ടാഗ് ലൈന് ഇതായിരുന്നു, ഇടത് വലത് മുന്നണികൾ ഈ മാറി ചിന്തിക്കാൻ ഒരു സാധ്യതയുണ്ടോ? പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും ഈ ഇടത് വലത് മുന്നണി ആ ഒരു സങ്കല്പത്തിന് അപ്പുറത്തേക്ക് ഒരു NDA ഒരു സങ്കല്പം, അല്ലെങ്കിൽ BJP അക്കൗണ്ട് തുറക്കും, ഇപ്പൊ തുറക്കും, നാളെ തുറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ തുറന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ UDF-ഉം LDF-ഉം തങ്ങളുടെ ഒരു പ്രവർത്തന ശൈലി, പ്രത്യേകിച്ച് ഇടത് മുന്നണി, അവർ ഒരു മാറി ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഇവരുടെ ആശയങ്ങളിൽ, ഇവരുടെ പോളിസികളിൽ
നടപ്പാക്കാനുള്ള ഏതെങ്കിലും ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ ഡോക്ടർ ചാക്കോ കളമറമ്പിൽ? ജോഡി, സ്വന്തം കാലിനടിയിലെ മണ്ണൊഴുകി പോകുമ്പോഴെങ്കിലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്താനായിട്ടുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയത്തിന്റെ ഒന്നും അസംഭാവ്യമല്ല. അതുകൊണ്ട് തന്നെ പൂത്തെറിയപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി പറഞ്ഞത് ജനവിധി അംഗീകരിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അടുത്ത ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ജനവിധി അംഗീകരിക്കുക, എവിടെയാണ് പാളിച്ചകൾ വന്നതെന്ന് കണ്ടെത്തുക, ആ പാളിച്ചകൾ ഇനിയെങ്കിലും തിരുത്തുക, തിരുത്തി ജനങ്ങളുടെ അടുത്തേക്ക് എത്തുക, ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് എത്തുക. അതിന് കഴിയുമ്പോഴാണ് ഭരണാധികാരികള് വീഴ്ചകൾ സംഭവിക്കാം, സ്വാഭാവികമാണ്. ഒരുപക്ഷെ അധികാരത്തിന്റെ മത്തി പിടിച്ചുകൊണ്ട് പല വിധത്തിലും ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. പക്ഷെ അത് തെറ്റായിപ്പോയി എന്ന തിരിച്ചറിവുണ്ടാകാൻ തിരുത്താനും തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്ക് പോകും. മറിച്ച് അത് തിരുത്താൻ തയ്യാറായ ജനങ്ങൾ എല്ലാ കാലത്തും ആരാണോ സത്യത്തിന്റെയും നീതിയുടെയും വഴിയിൽ പോകുന്നത്, ആരാണോ ധാർമ്മികമായി ഒരു ജനത്തെ നയിക്കാൻ തയ്യാറാകുന്നത്, ആരാണോ തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നത്, അവരെ അംഗീകരിക്കും. അത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് NDA ആണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും വരുന്ന തെറ്റുകളെ തിരുത്തി ജനങ്ങളെ അംഗീകരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന വിധത്തിലേക്ക് മാറാൻ തയ്യാറാവുമ്പോഴാണ് ജനങ്ങൾ അവരെ വീണ്ടും പരിഗണിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഒരു മുന്നണി ഭരണത്തിൽ വന്ന ശേഷം മറ്റു മുന്നണി ഭരണത്തിൽ വരികയും വീണ്ടും ആദ്യത്തെ മുന്നണിയെ ഒരുപക്ഷെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ഇതൊരു കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അത് തിരിച്ചറിയണം. എനിക്ക് ഇപ്പൊ 2 പ്രാവശ്യം അധികാരത്തിൽ വന്ന ഇടതു മുന്നണി അടുത്ത്, പക്ഷെ ആദ്യം വന്ന മുന്നണിയല്ല രണ്ടാമത് വന്ന മുന്നണി. ആ രണ്ടാമത് വന്നിരിക്കുന്ന മുന്നണിയുടെ പ്രവർത്തനങ്ങള് ഒരു പരിധിവരെ ജനങ്ങളെ വെറുപ്പിക്കുന്നതായിട്ടാണ് ജനങ്ങൾ സാക്ഷ്യപ്പെടുന്നത്. എല്ലാ മേഖലയിൽ നിന്നും അവർക്കെതിരെയുള്ള ഒരു പ്രതിരോധം ഉയർന്നു വരുന്നതിനുള്ള തെളിവാണ് ഈ 20 സീറ്റിൽ കേവലം ഒരു സീറ്റിലേക്ക് അവർ ചുരുങ്ങിപ്പോയി എന്നുള്ളത് തിരിച്ചറിയണം. അതേസമയത്ത് NDA പോലുള്ള സംവിധാനങ്ങള് 12.6 നിന്നും 19ലേക്കും എത്തിച്ചേരുകയാണ്. 15.9 2019 ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 20% എത്തി. അതെന്തുകൊണ്ടാണ്? ജനങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ തയ്യാറാകുന്ന മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. കാരണം ഇവിടെ ഒന്ന് ചിന്തിക്കാൻ, ഇവിടെ നിന്ന് നമുക്ക് നീതി ലഭിക്കുമെന്ന് ഉള്ള സാധ്യതകളെല്ലാം തള്ളിക്കളഞ്ഞപ്പോ പിന്നെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് തേടി പോകും. എന്നാൽ ഇവിടെ നീതി നടപ്പാക്കി തരും എന്ന ഒരു തിരിച്ചറിവോടുകൂടി തിരിച്ചു നടക്കാൻ തയ്യാറായാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നാളെ പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന തിരിച്ചറിവോടുകൂടി ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും അത് സമൂഹത്തിൽ ചർച്ചയാവാനും, അതല്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചർച്ചയാക്കിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെ സംസ്കരിക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു ഇച്ഛാശക്തി പ്രകടിപ്പിക്കുകയാണ് ആരാണോ, അവർക്ക് തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകാരം നൽകും. അത് ഇടതാണെങ്കിലും വലതാണെങ്കിലും രണ്ടു കൂട്ടരും ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് ഒരു പരിധിവരെ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇരു മുന്നണികളും ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് ജനദ്രോഹപരമായ വിധത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചു പോകുന്നത്. ആ സമീപനം ഇപ്പൊ ഇവിടെ കേവലം 18 സീറ്റ് കിട്ടി എന്നുള്ളതുകൊണ്ട് മാത്രമായില്ല. ഈ 18 സീറ്റും 19 സീറ്റും കിട്ടിയ മുന്നണി തന്നെയാണ് ഇടതു മുന്നണിയെ വീണ്ടും ജനങ്ങളാണ് വീണ്ടും ഇടതു മുന്നണിയെ തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ പ്രാവശ്യവും 19 സീറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇടതു മുന്നണിയാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഒന്നും കണക്കുകൂട്ടലുകളൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പ്രവർത്തനങ്ങൾ, അവരുടെ രീതികൾ, അവരുടെ ഭരണക്രമങ്ങൾ, അവരുടെ ധാർമ്മിക മൂല്യങ്ങൾ ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനസേവനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറങ്ങിയാൽ ജനാധിപത്യത്തിൽ അസംഭാവ്യമായിട്ടുള്ള ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ പുതിയ താവളങ്ങളും ലാവണങ്ങളും തേടിപ്പോയും സ്വാഭാവികമായിട്ടും അതിന്റെ ദുരന്ത ഫലം ഇപ്പോൾ അതിന്റെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടിയും വരും. സംശയമുണ്ട്. ഓക്കെ, വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് തിരുത്താൻ സാധിക്കട്ടെ. പക്ഷേ എങ്കിൽ പോലും കൗതുകരമായിട്ടൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇലക്ഷൻ കാലയളവിൽ മുഖ്യമന്ത്രിയുമായിട്ട് അഭിമുഖം നടത്തിയ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി, തിരുത്താൻ തയ്യാറുണ്ടോ? പ്രത്യേകിച്ച് പല വിമർശനങ്ങളും വരുമ്പോൾ ഒരു സ്വയം വിമർശനത്തിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് ഒരു അൺപാർലമെന്ററി വാക്കുപയോഗിച്ച് അപമാനിച്ച
വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് തിരുത്താൻ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു നല്ല കാര്യം. ഒപ്പം തന്നെ ഏറ്റവും ലാസ്റ്റായി ഫാദർ റോയ് കണ്ണഞ്ചിറ സൂചിപ്പിച്ചതുപോലെ ഈ 2024 ഇലക്ഷനിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു നിധിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ചാക്കോ കാളാമറമ്പിൽ, ഒപ്പം തന്നെ ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, രണ്ടുപേർക്കും നന്ദി.